കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. ഇപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്നലെ ഉച്ചയ്ക്ക് പറഞ്ഞ വിശേഷത്തിന്റെ ബാക്കി വിശേഷം ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു സച്ചി പാർക്കിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയത്താണ് സുധിക്കൊന്ന് ശ്വാസം നേരെ വീണ്. എന്റെ ദൈവമേ, ഇത്ര സമയം ചങ്കിനകത്തൊരു ഇടിപ്പായിരുന്നു. തന്നെ അങ്ങനെ പാർക്ക് വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ തനിക്ക് ജോലിയില്ല എന്നുള്ള കാര്യമൊക്കെ സച്ചി മനസ്സിലാക്കും. എന്നാ പിന്നെ തനിക്ക് വീട്ടിലേക്ക് പോകാൻ പോലും പറ്റില്ല. അങ്ങനെ തന്റെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അയാൾ ചോദിച്ചു, ഇതെന്താ നീ എന്താ ഇവിടുന്ന് മുങ്ങിയെന്ന് ചോദിക്കുക. ഇത് എന്റെ അനിയനാ വന്നിട്ട് പോയെന്ന് പറയാം. ഓ അതാണ്, അപ്പൊ അനിയനെ കാണാതെ മുങ്ങിയതല്ലേന്ന് ചോദിക്കുക. എന്ത് ചെയ്യാൻ പറ്റും, മുങ്ങാതെ തരവില്ലല്ലോ. ജോലി ഇല്ലെന്നുള്ള കാര്യം അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നില്ലേന്ന് ചോദിക്കുക. ശരി, അതെ ഒരു കാര്യം ചെയ്യ, നിനക്ക് ചില്ലറ മാറിയിട്ട് ഞാൻ 300 രൂപ തരാന്ന് പറയാം. കാരണം അവൻ സുധിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് 300 രൂപ സച്ചിലേക്ക് കൊടുത്തത്. ശരി, അതെനിക്ക് പിന്നെ മതി. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താ? അതെ, എനിക്കൊരു 20,000 രൂപ പലിശക്ക് തരാമെന്ന് ചോദിക്കുക. ഇത് കേട്ടോ അയാൾ 20,000 രൂപയോ? അതെ, 20,000 രൂപ. ഇന്ന് ശമ്പളം കിട്ടുന്ന ദിവസമാണെന്നാ ഞാൻ ഭാര്യയോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ശമ്പളം കൊണ്ട് കൊടുത്തില്ലെങ്കിൽ അവള് ചോദിക്കും ശമ്പളം കിട്ടിയില്ലേന്ന് ചോദിക്കും. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. 20,000 രൂപ തന്നാ മതി, ഞാൻ എങ്ങനെ മാസം മാസം പലിശ തന്നോളാന്ന് പറയാം. കൊള്ളാം, നല്ല കഥയെ. ഇന്നത്തെ കാലത്ത് ജോലി ഉള്ളവന് കൊടുത്തിട്ട് കാര്യമില്ല. അവൻ പോലും തരാനായിട്ട് മടിക്കും പലിശ. പിന്നെയാണ് ജോലിയും കൂലിയും ഇല്ലാത്ത നിനക്ക് ഞാൻ പൈസ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഞാൻ പലിശ വാങ്ങണമെന്ന് ചോദിക്കുക. അത് എങ്ങനെയെങ്കിലും ഞാൻ പലിശ തന്നോളാം, പക്ഷെ എനിക്ക് പൈസ കിട്ടിയേ തരുള്ളൂ. എന്താണെങ്കിലും നിങ്ങള് പലിശക്ക് പൈസ കൊടുക്കുന്നതല്ലേ. പോരാത്തിന് ഇപ്പൊ ഈ പാർക്കിൽ വെച്ച് കണ്ടുള്ള പരിചയം നമ്മള് ഫ്രണ്ട്ഷിപ്പ് ആണല്ലോ. അപ്പൊ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്തെങ്കിലും പൈസ തന്നുകൂടെന്ന് ചോദിക്കുക. ഇത് കേട്ടത് അയാൾ പറഞ്ഞു, പണമൊക്കെ തരാം, പക്ഷെ വേറൊരു കണ്ടീഷൻ ഉണ്ട്. എന്താ? അതൊക്കെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ബാഗിനകത്തുനിന്ന് ഒരു ബുക്ക് എടുക്കുകയാണ്. ഇതിലേക്ക് ഫോൺ നമ്പരും അഡ്രസ്സും കംപ്ലീറ്റ് അങ്ങോട്ട് എഴുതാൻ പറയാണ്. അങ്ങനെ സച്ചി എഴുതി. എന്തിനാ ഇതൊക്കെ? അല്ല, ഭാര്യനെ വരെ പറ്റിച്ച് നടക്കുന്നവനല്ലേ നീ. നാളെ എന്നെയും പറ്റിക്കുമല്ലോ ആര് കണ്ടു. അതുകൊണ്ട് നാളെ അന്വേഷിച്ച് പറഞ്ഞെങ്കിലും അഡ്രസ്സ് വേണമല്ലോ. പിന്നീട് ചോദിച്ചു, ആധാർ കാർഡ് കയ്യിലുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ട്, അന്ന് അതും കൂടെ കാണിക്കാൻ പറയാണ്. ആധാർ കാർഡിന്റെ ഫോട്ടോ എടുത്തു വെച്ചു. ഇനിയിപ്പോ വെള്ള കള്ളത്തരം കാണിച്ചാണെന്ന് പറയാൻ പറ്റുമല്ലോ. പോരാത്തതിന് സുധിയുടെ ഒരു ഫോട്ടോയും കൂടെ ഫോണിനകത്തേക്ക് സേവ് ചെയ്യാണ്. അല്ല, ഇതെന്തിനാ ഇതൊക്കെ? ഇതിപ്പോ പാസ്പോർട്ട് വെരിഫിക്കേഷന് പോകുന്ന പോലെ ഉണ്ടല്ലോ. പിന്നീട് അയാൾ പറഞ്ഞു, മാസം പലിശ കിട്ടിയില്ലെങ്കിൽ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും. എന്താണെന്നറിയാവോ? പലിശ കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ ശമ്പളമാണെന്ന് പറഞ്ഞ് എനിക്ക് പൈസ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അത് ഓർമ്മയുണ്ടല്ലോ, മര്യാദയ്ക്ക് പലിശ തന്നേക്കണം എന്ന് പറയാം. എല്ലാ മാസം കൃത്യമായിട്ട് തന്നേക്കാം എന്ന് സുധി പറയാണ്. പിന്നീട് വർഷ ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ കേട്ടിട്ട് വീട്ടിലേക്ക് വരുവാണ്. ഭയങ്കര സന്തോഷത്തോടു കൂടിയാ വർഷ വരുന്നത്. ഈ സമയം മധുസൂദന്റെ മഹിമയോർത്ത്, ഇതെന്താ പോയപ്പോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഡള്ളായിട്ടാ പോയത്. വന്നപ്പോ ഭയങ്കര സന്തോഷത്തോടു കൂടി. എന്ത് പറ്റി വർഷ, ഈ ഭയങ്കര ഹാപ്പി ആണല്ലോ എന്ന് ചോദിക്കും. പിന്നെ ഞാൻ ഹാപ്പി അല്ലേന്ന് ചോദിക്കും. എങ്ങനെയുണ്ട് കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. സൂപ്പറാ, കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചോണ്ട് ഇങ്ങനെയൊന്നും അല്ല, എന്നോട് സ്നേഹമില്ലെന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നേ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കേട്ടോ. ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തോ? എല്ലാം സെലക്ട് ചെയ്തു. അതെ, അദ്ദേഹത്തിന്റെ ഇഷ്ടം പോലെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തേന്ന് പറയണം. കൊള്ളാം, മിടുക്കിയായിട്ടുണ്ട് കേട്ടോന്ന് പറയാം. എന്നാൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം നിന്നെ ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയാം. അല്ല, എത്ര പെട്ടെന്ന് നിനക്ക് എങ്ങനെ ഇങ്ങനെ മാറാൻ സാധിക്കുന്നു ചോദിക്കാം. എന്റെ അമ്മേ, കല്യാണം കഴിക്കാൻ പോവല്ലേ, എന്റെ ഭർത്താവാകാൻ പോകുന്ന ആളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചത് നല്ല കാര്യമാണ്. ഇത്ര നല്ല മനസ്സുള്ളവനാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴേ എനിക്കത് ബോധ്യപ്പെട്ടത്. അത് ഇന്ന് എനിക്ക് ആ ബോധ്യം വന്നത്. കാരണം എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം. ഇത് കേട്ടത് മഹിമയ്ക്ക് ഭയങ്കര സന്തോഷമായി. അമ്മേ, ഒരു ഗ്ലാസ് ചായ തന്നേരെ, ഞാൻ മോളത്തെ മുറി കാണുന്നു പറഞ്ഞിട്ട് വർഷ അങ്ങോട്ട് കയറി പോവാണ്. അങ്ങനെ വർഷ പോയി കഴിഞ്ഞപ്പോ മഹിമ പറഞ്ഞു, ഇതേ മധുവേട്ട കണ്ടോ, എത്ര പെട്ടെന്ന് അവൾക്ക് മാറ്റം ഉണ്ടായെന്ന് കണ്ടോ. ഈ സമയം മധുസൂദനൻ പറഞ്ഞു, അവൾക്കറിയാം, അവൾ എന്റെ മോളല്ലേ, അല്ലാതെ ആ രവീന്ദ്രന്റെ മോന്റെ പുറകെ നടന്നിട്ട് കാര്യമൊന്നുമില്ലെന്നറിയാം. നല്ല പണക്കാരൻ പയ്യനല്ലേ ഇപ്പൊ അവളെ കെട്ടാൻ പോകുന്നേ. ഇനിയിപ്പോ അവന്റെ പുറകെ നടന്നിട്ട് കാര്യമുള്ളെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ടല്ലേന്ന് ചോദിക്കുകയാണ്. അവൾക്ക് സാഹചര്യം അറിഞ്ഞ് പെരുമാറാനുള്ള പ്രത്യേക ഒരു കഴിവുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന് പറയാം. ശരിയെന്ന് പറഞ്ഞിട്ട് ചായ എടുക്കാനായിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുവാണ്. ഈ സമയം വർഷം മുറിയിലേക്ക് ചെന്നു. വർഷം മുറിയിലേക്ക് ചെന്നിട്ട് ശ്രീകാന്തിനെ ഫോൺ ചെയ്യണം. ശ്രീകാന്ത് എന്തായ കാര്യങ്ങൾ, വീട്ടിലെത്തിയോ? വീട്ടിലെത്തി. അമ്മയൊക്കെ എന്ത് പറഞ്ഞു? അമ്മയൊക്കെ എന്ത് പറയാന്, അമ്മേനെയൊക്കെ ഞാൻ മണി അടിച്ച് നിർത്തിയേക്കുമല്ലേ. എല്ലാം അവൻ സെലക്ട് ചെയ്ത് തന്നാന്നാ പറഞ്ഞേ. ശ്രീ സെലക്ട് ചെയ്തത് എന്ന കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ ഭർത്താവാകാൻ പോകുന്ന ആള് സെലക്ട് ചെയ്ത് തന്നെന്നാ പറഞ്ഞേ. അതിനകത്ത് ഇപ്പൊ എന്താ തെറ്റിരിക്കുന്നത്? ഞാൻ പറഞ്ഞ ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. അവര് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന അയാളാന്നാ. പക്ഷെ എന്റെ മനസ്സിൽ എന്റെ ഭർത്താവാകാൻ പോകുന്ന ആള് ശ്രീയല്ലേ എന്ന് ചോദിക്കുകയാണ്.
ഇത് കേട്ട ശ്രീകാന്ത് പറഞ്ഞു ശരിയെന്ന് പറയണം. പിന്നീട് അവരിങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ചായയായിട്ട് മഹിമ അങ്ങോട്ട് കയറി വന്നേ. ഇതാ മോളെ ചായ എന്ന് പറയാ. അല്ല ആരാ നീ ഇത്ര കാര്യമായിട്ട് വിളിച്ചോണ്ടിരിക്കുന്നേ? അമ്മേ അതെന്റെ വുഡ്ബിയാ. ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളോ. ഓ മനസ്സിലായി സംസാരിച്ചോന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. ഇത് കേട്ടതും ഭയങ്കര സന്തോഷമായി ശ്രീകാന്തിന്. കാരണം ശ്രീകാന്തിന് മനസ്സിലായി അവര് തെറ്റിദ്ധരിച്ചിരിക്കുക എന്നുള്ള കാര്യം. വർഷ പറഞ്ഞു എങ്ങനെയുണ്ട് എന്റെ ഐഡിയ കൊള്ളാല്ലേന്ന് ചോദിക്കുകയാണ്. പിന്നെ നിന്റെ തലയല്ലേ കൊള്ളാതിരിക്കുമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവര് താഴേക്ക് അങ്ങോട്ട് ഇറങ്ങി വരുവാണ് മഹിമ. അങ്ങനെ മഹിമയും മധുസൂദനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വർഷനെ കല്യാണം കഴിക്കാൻ പോകുന്നവന്റെ കാർ അങ്ങോട്ട് വന്ന് അവരങ്ങോട്ട് വീടിനകത്തേക്ക് കയറി വരുക. അല്ല എന്ത് പറ്റുമോനെ എന്താ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക പെട്ടെന്ന്. അതെ വർഷ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പൊ അത് ഞാൻ എടുക്കാനായിട്ട് മറന്നുപോയി. അപ്പൊ ഞാനത് വാങ്ങിച്ചോണ്ട് ഇങ്ങോട്ട് വന്ന അങ്കിളേന്ന് പറയണം. ആഹാ അത് കൊള്ളാലോ. അങ്കിൾ ഒരു കാര്യം ചെയ്യ വർഷനെ ഇങ്ങോട്ട് വിളിക്കുമെന്ന് ചോദിക്കുക. അതിനെന്താ ഇപ്പൊ വിളിക്കാമല്ലോ എന്ന് പറയാണ്. പിന്നീട് മഹിമ മുകളിലേക്ക് കയറി ചെല്ലുവാണ്. ഈ സമയത്തും വർഷ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. നീ ആരോടാ സംസാരിക്കുന്നേ? സംശയമായിപ്പോയി മഹിമയ്ക്ക്. അപ്പൊ ഇത്ര സമയം പറഞ്ഞുകൊണ്ടിരുന്നേ അവനോടാ കല്യാണം കഴിക്കാൻ പോകുന്നവനോടാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ. അല്ലമ്മ ഇതെന്റെ ബുഡ്ബിയാ കല്യാണം കഴിക്കാൻ പോകുന്നാള്. കള്ളത്തരം പറയുന്നോടും ചോദിച്ചാൽ ആ ഫോൺ ഇങ്ങോട്ട് പിടിച്ചു വാങ്ങുവാണ്. ഇങ്ങോട്ട് വാ നിന്നെ ഞാൻ കാണിച്ചരാ. അപ്പൊ ആ താഴെ വന്നിരിക്കുന്ന ആരാ നോക്കാൻ പറയാണ്. നോയിക്കഴിയുമ്പത്തേനും അവൻ ഒന്ന് നിൽക്കുന്നു. വർഷയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ആ ഫോൺ അങ്ങോട്ട് പിടിച്ചു വാങ്ങിട്ട് പറഞ്ഞു ഓഹോ നീയാ അല്ലേ. എടാ നിനക്ക് ഒറ്റ നാണമില്ലേ? എടാ ചെറ്റേ നിന്നെ ഞാൻ കാണിച്ചു തരാടാ. നീ ആരാന്നാ നിന്റെ വിചാരം? കല്യാണം കഴിയാൻ പോവാ എന്റെ മോളുടെ. എന്നിട്ടോ നീ വീണ്ടും വീണ്ടും അവളുടെ പുറകെ നടന്ന് അവളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുവല്ലേ. നിനക്കിട്ടുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്. കാണിച്ചുതരാം ഈ മഹിമ ആരാന്നുള്ള കാര്യം എന്നും പറഞ്ഞിട്ട് ആ ഫോൺ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കട്ട് ചെയ്യണം. വാടി ഇവിടെ എന്ന് പറഞ്ഞ് കയ്യെ പിടിച്ചിട്ട് മഹിമ താഴേക്ക് അങ്ങോട്ട് കൊണ്ടുപോവാണ് വർഷയുടെ. വർഷയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ താഴെ ചെന്ന് കഴിയുമ്പോൾ അവനോടെ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വർഷനെ കണ്ട് ഓടി വന്നിട്ട് പറഞ്ഞു ഇതേ വർഷേ ഇത് നിനക്ക് ഇഷ്ടപ്പെട്ട ഈ സാരി ഇത് നീ അവിടെ മറന്നു വെച്ചാ ഞാനിത് ഓർത്തെടുത്തോണ്ട് വന്നാന്ന് പറയണ. ശരിയെന്ന് പറയാണ്. അല്ല ഇതെന്താ നിന്റെ മുഖത്ര ഡള്ളായിട്ടിരിക്കണേ നിക്ക്? ഒന്നുമില്ല എന്ന് പറയണ. പെട്ടെന്ന് ആ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിക്കുക വർഷയുടെ. വർഷയ്ക്ക് എന്തോ പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് തോന്നി. പക്ഷെ പെട്ടെന്ന് കൈ അങ്ങോട്ട് കുടയുവാണ്. അതേ പേടിക്കൊന്നും വേണ്ട, ഞാൻ കയ്യെ പിടിച്ച മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല, മോതിരത്തിന്റെ അളവൊന്നും നോക്കാൻ വേണ്ട. അതേ അങ്കിളെ ആന്റി തെറ്റിദ്ധരിക്കല്ലേ എന്ന് പറയണം. അതിനൊന്നും കുഴപ്പമില്ല മോനെ, ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ പെണ്ണാവാൻ പോകുന്നാളല്ലേ അവള്, അതുകൊണ്ട് കയ്യെ പിടിച്ചെന്നോർത്ത് ഒന്നും സംഭവിക്കില്ല എന്ന് മധുസൂദനൻ പറയാം. ഇത് കേട്ടുകഴിഞ്ഞിട്ട് കയ്യെ പിടിച്ചിട്ട് മോതിരത്തിന്റെ അളവെടുക്കാനെന്ന് പറഞ്ഞ് പിടിക്കുവാണ്. നല്ല ദേഷ്യം വന്നു വർഷയ്ക്ക്. എന്നിട്ട് പറഞ്ഞു ഓ നല്ല പൂ പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ള കൈ എന്ന് പറയാണ്. ഇത് കേട്ടതും വർഷയ്ക്ക് നല്ല ദേഷ്യം വന്നു. എന്താ ആന്റി ഇതൊക്കെ പറഞ്ഞിട്ട് വർഷയുടെ മുഖം തെളിയാത്തേന്ന് ചോദിക്കുക. അതെ അവൾക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു പറഞ്ഞു മോനെ വന്നേപ്പം. കാരണം യാത്രയൊക്കെ ചെയ്ത് ടെക്സ്റ്റൈൽ ഷോപ്പിൽ കൂടെ ഒക്കെ നടന്നതല്ലേ അതിന്റെയാന്ന് പറയണം. ആണോ എന്നാ ശരി വർഷ പോയി റെസ്റ്റ് എടുത്തോ, ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞുകൊണ്ട് അവനങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയം മഹിമയ്ക്ക് ദേഷ്യം തീർക്കാൻ പറ്റില്ല. മഹിമയ്ക്ക് ദേഷ്യം അങ്ങോട്ട് വന്നിട്ട് മഹിമ എന്ത് ചെയ്യാണ്, ഒറ്റ അടി അങ്ങോട്ട് കൊടുക്കുവാണ് വർഷയുടെ കാരണം പൊത്തിയിട്ട് അങ്ങോട്ട്. ഇപ്പൊ നിനക്ക് സമാധാനം എല്ലടിയും ചോദിച്ചോണ്ട് പെട്ടെന്ന് മധുസൂദൻ ഒന്നും മനസ്സിലായില്ല. എന്താ എന്താ മഹിമ നീ കാണിച്ചെന്ന് ചോദിക്കാം. ഇവള് കാണിച്ച എന്താണെന്നറിയാവോ, നമ്മളെല്ലാം പറ്റിച്ചോണ്ടിരിക്കുവായിരുന്നു. ദേ ഇവനെ വിളിക്കുവാന്നും പറഞ്ഞോണ്ട് ഇവള് വിളിച്ചോണ്ടിരുന്ന ആരെയാന്നറിയാവോ, ആ രവീന്ദ്രന്റെ മോനെ. ഞാൻ മുറിയിലേക്ക് എന്നപ്പോഴും ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇവൾക്ക് കിട്ടിയതൊന്നും പോരാ, ഇവൾക്കിട്ടുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്, ഇങ്ങോട്ട് വാടിയെന്ന് പറഞ്ഞിട്ട് ആ ഫോൺ അവിടെ മേടിച്ചു വെച്ചു. എന്നിട്ട് വർഷേനെ വലിച്ചുകൊണ്ട് അങ്ങോട്ട് മുറിയിലേക്ക് പോവാണ്. മുറിയിലേക്ക് കൊണ്ട് തള്ളിയിട്ടിട്ട് ആ മുറി അങ്ങോട്ട് പുറത്തുനിന്ന് അങ്ങോട്ട് പൂട്ടുവാണ്. നീ ഇവിടെ കിടക്ക്, നീ പുറത്തിറങ്ങുന്ന എനിക്കൊന്ന് കാണണമെന്ന് പറയാം. അമ്മ കഥവ് തുറക്ക്, ഞാനൊന്ന് പറയുന്നത് കേൾക്കട്ടെ. അങ്ങനെ കഥവ് തുറക്കാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയാണ്. പിന്നീട് മഹിമ താഴേക്ക് ഇറങ്ങി വന്നപ്പോ മധുസൂദനൻ പറഞ്ഞു നീ എന്ത് പരിപാടി മഹിമയെ കാണിച്ചേ? പിന്നെ ഞാൻ ഇങ്ങനെ കാണിക്കാതെ എന്ത് ചെയ്യണമെന്നാ? ഒരാഴ്ച കൂടെ കഴിഞ്ഞ അവളുടെ കല്യാണോ? ദേ അവൾക്ക് ആ ചിന്തയില്ല. ഇനി അവള് മിക്കവാറും അവന്റെ കൂടെ ഇറങ്ങിപ്പോന്ന് തോന്നേ, ആ രവീന്ദ്രന്റെ പയ്യന്റെ കൂടെ. അങ്ങനെ എങ്ങാനും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നാണക്കേട് കാണാൻ നമുക്ക് തലയൊടുത്ത് നടക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ അവളെ മുറിക്കകത്ത് പൂട്ടിയിട്ടെ. ദേ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് വാശി കൂടത്തല്ലേ ഉള്ളൂ, അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പെട്ടെന്ന് മധുസൂദനൻ പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് രവീന്ദ്രനെ വിളിക്കുവാണ്. രവീന്ദ്രനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊന്ന് കാണണം എന്ന് പറയണം. എനിക്കിപ്പോ കാണാൻ സമയമില്ലെന്ന് പറയാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരണമെന്ന് പറയാം. ആഹാ അത് കൊള്ളാലോ, നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വരണല്ലേ, എനിക്ക് അതിന് സൗകര്യപ്പെടില്ല എന്ന് പറയാം. നിങ്ങള് എനിക്കറിയാം, നിങ്ങളെ നന്നായിട്ട് എനിക്ക് അറിയാവുന്ന ആളാന്ന് പറയാം. ഇത് കേട്ടതും മധുസൂദൻ പറഞ്ഞു എന്നാ നിങ്ങൾ പറ എവിടെ വരണമെന്ന് പറ, ഞാൻ അങ്ങോട്ട് വരാന്ന് പറയാണ്. അങ്ങനെ വഴിക്കുവാ. അല്ല ഇപ്പൊ നിനക്ക് എന്നെ കണ്ട് തന്നെ എത്ര അത്യാവശ്യം ഇരിക്കുന്നത്, അതൊക്കെ നേരിട്ട് കണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാ, ഫോണിൽ കൂടെ പറയാൻ പറ്റുന്നതല്ല. ദേ ഇന്ന് തന്നെ എനിക്ക് കാണണമെന്ന് പറയാം. ഇത് കേട്ടതും
രവീന്ദ്രൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ, ഞാൻ പറയുന്നിടത്തേക്ക് വന്നാൽ മതി എന്ന് പറയാം. അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും മസൂദിന് ആകെപ്പാ ടെൻഷനാ. എങ്ങനെയെങ്കിലും കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഈ സമയം മുറിയിൽ എന്ത് ചെയ്യണം എന്നറിയില്ലാതെ വർഷ ഇരിക്കുകയാണ്. വർഷ പെട്ടെന്ന് എന്ത് ചെയ്യാണ്, അവിടുത്തെ അലമാരയുടെ ഒരു കബോർഡ് തുറന്നു. അതിനകത്ത് ഒരു കവറിനകത്ത് ഒരു ഫോൺ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോൺ ഇങ്ങോട്ട് എടുക്കുവാണ്. അതിനകത്തുനിന്ന് നേരെ ശ്രീകാന്തിനെ വിളിക്കുക. വർഷ ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ കൈ വേറെ ഫോൺ സിമ്മ് വേണമെന്നൊക്കെ വർഷയ്ക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് വർഷ എന്ത് ചെയ്യുക, അതിനകത്ത് ശ്രീകാന്തിനെ വിളിക്കുക. അപ്പൊ ശ്രീകാന്ത് ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുക. എന്താ അവിടെ സംഭവിച്ചെന്ന് അറിയത്തില്ല. ആന്റി വിളിച്ചിട്ട് തന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, പിന്നെ വർഷനെ തല്ലിയോ അല്ലെങ്കിൽ അവളെ ഇനിയിപ്പോ മുറി പൂട്ടിയിട്ടോ, അങ്ങനെ 100 ടെൻഷനുമായിട്ടായിരുന്നു ശ്രീകാന്ത് ഇരിക്കുന്നത്. ഈ സമയത്ത് വർഷയുടെ കോൾ ചെയ്യുന്നത്. അല്ല ഇതാരാ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് ഞാനാ വർഷ എന്ന് പറയാണ്. അപ്പൊ ഈ നമ്പരോ, ഇത് വേറെ നമ്പരാന്ന് പറയാണ്. അതെ എന്നെ മുറിയിലിട്ട് പൂട്ടിയേക്കും അമ്മ, എന്റെ ഫോണും പിടിച്ചു വാങ്ങി. അപ്പൊ മുറിക്കകത്ത് വേറൊരു സിമ്മും ഫോണും ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തൊന്ന് ഞാൻ വിളിക്കണേന്ന് പറയാണ്. അതിലിപ്പോ എന്താ എത്ര പെട്ടെന്ന്, അത് നമ്മളുടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ കണ്ടു. ആ സമയത്ത് കൃത്യം അവൻ ഇങ്ങോട്ട് കയറി വരികയും ചെയ്തു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു പറയാം. ഇത് കേട്ടതും ശ്രീകാന്ത് നീ ഒന്ന് പേടിക്കാതിരിക്കുക, ഇനിയിപ്പൊ നോക്കിയിട്ട് കാര്യമില്ല. 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ മാരീജ് അടക്കണമെന്ന് വർഷ പറയാണ്. 2 ദിവസത്തിനുള്ളിലോ? അതെ 2 ദിവസത്തിനുള്ളിൽ മാരീജ് നടന്നില്ല. ആ പട പ്രശ്നമോ? ഇതേ ഒരാഴ്ച ഒളിഞ്ഞപ്പോ എന്റെ കല്യാണത്തിനുള്ളൂ. എനിക്ക് മുറിക്കകത്തുനിന്ന് എങ്ങനെയും പുറത്ത് കിടക്കണം. ഇത് കേട്ടതും ശ്രീകാന്ത് പറഞ്ഞു ഇപ്പൊ എന്ത് ചെയ്യണം നിന്റെ പരിപാടി? എനിക്ക് എങ്ങനെയല്ലോ ഈ മുറിക്കകത്തുനിന്ന് പുറത്ത് കിടക്കണം. എങ്കിൽ മാത്രം എനിക്ക് നീയുമായിട്ട് ഒന്നിക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയാം. ഒരു കാര്യം ചെയ്യും, നീ അതിനുവേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോ. കല്യാണത്തിന് വേണ്ടിയിട്ട് 2 ദിവസത്തിനുള്ള കല്യാണം നടക്കണം. ഇവിടെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അല്ല നിനക്ക് ഇതിനെ പറ്റിയ ഫ്രണ്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് വർഷം ചോദിക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല, ഞാൻ ആരെയും കൂടെ കൂട്ടിക്കോളാം. കാരണം സപ്പോർട്ട് ആരെങ്കിലും കൂടെ വേണം താനല്ലോ. അങ്ങനെ വർഷയോട് പറഞ്ഞു നീ ധൈര്യമായിട്ടിരിക്കും, പേടിക്കൊന്നും വേണ്ട. എന്ത് വന്നാലും നിന്നെ ഞാൻ കൈവിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുവാണ്. പിന്നീട് കാണിക്കുന്ന മധുസൂദൻ ആ പാട് ടെൻഷൻ അടിച്ച് പാർക്കി വന്നിരിക്കുവാണ്. അപ്പം രവീന്ദ്രന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന നിപ്പാണ്. കുറെ സമയമായിട്ട് രവീന്ദ്രനെ കണ്ടില്ല. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ തന്നെ രവീന്ദ്രൻ വരുന്നേ. രവീന്ദ്രൻ വന്നപ്പോ ആ പാടെ അസ്വസ്ഥപ്പെട്ട് മധുസൂദൻ ഇരിക്കുന്ന കാഴ്ച കണ്ടേ. ഇത്ര സമയം വേണോ തനിക്കൊന്നോടും വരാനായിട്ട്? എത്ര സമയമായി ഞാൻ വിളിച്ചിട്ട്, എന്നിട്ട് ഇപ്പോഴാണോ വരുന്നതെന്ന് ചോദിക്കുക. ഇത് കേട്ടാൻ രവീന്ദ്രൻ പറഞ്ഞു നിങ്ങളോട് ആരും നേരത്തെ വന്നിരിക്കാൻ പറഞ്ഞേ? ഞാൻ പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ. നിങ്ങൾ നേരത്തെ വന്നിരുന്ന ആരുടെ കുഴപ്പം കൊണ്ടാന്ന് ചോദിക്കുക. ഇത് കേട്ടതും മധുസൂദൻ പറഞ്ഞു അതെ നിന്റെ വാചകടി കേൾക്കാനൊന്നുമല്ല നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. പിന്നെ എന്തിനാ പോലും വരാൻ പറഞ്ഞേ? നിങ്ങളുടെ മകനെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടിയിരിക്കുക. എന്റെ മകളുടെ പിന്നാലെ നടക്കലെന്ന് 100 വട്ടം അവനോട് പറഞ്ഞു. പക്ഷെ അവനൊന്നും കേൾക്കാൻ കൂട്ടാക്കില്ല. വീണ്ടും വീണ്ടും എന്റെ മകളുടെ പുറകെ നടക്കുക. എന്റെ മകളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. അവളുടെ കല്യാണം ഉറപ്പിച്ചു. ദേ ഇനി 2 or 3 ദിവസം കൂടെ ഉള്ള അവളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട്. അതിനുള്ള അവളുടെ കല്യാണം നടക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അതിനിടയ്ക്ക് എന്തെങ്കിലും തടസ്സമായിട്ട് നിങ്ങളുടെ മോൻ വന്നിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ ഭൂമിക്ക് വിധ വെച്ചേക്കില്ലെന്ന് പറയാം. ഇത് കേട്ടൻ രവീന്ദ്രൻ പറഞ്ഞതേ എനിക്ക് മക്കളെ വളർത്താനൊക്കെ നന്നായിട്ടറിയാം. എന്റെ മക്കൾ അങ്ങനെ വഴി പിടിച്ചു പോകുന്ന മക്കളൊന്നുമല്ല. അതുകൊണ്ട് എനിക്ക് എന്റെ മോന്റെ കാര്യത്തിൽ വിശ്വാസമാണ്. നിങ്ങൾ നിങ്ങളുടെ മോളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. എന്റെ മോനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറയാം. ഇത് കേട്ടതും മധുസൂദൻ പറഞ്ഞു അതെ എന്റെ മോളുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ അവനൊരു കാരണവശാലും എന്റെ മോളെ വിളിക്കാനോ അല്ലെങ്കിൽ കാണാനോ മിണ്ടാനോ ഒന്നിനും ഇങ്ങോട്ട് വന്നേക്കല്ല. പറഞ്ഞു കേട്ടല്ലോ, എന്റെ മോൻ വരത്തില്ല. അതുപോലെ ഞാൻ മോനെ വളർത്തിയെന്ന് പറയാം. പിന്നെ ആണോന്ന് നിനക്ക് ഇച്ചിരി അഹങ്കാരമുണ്ട്, 3 ആൺമക്കളാണെന്നുള്ളതിന്റെ. ഇത് കേട്ടൻ രവീന്ദ്രൻ പറഞ്ഞു എനിക്ക് അഹങ്കാരമൊന്നുമില്ല. പക്ഷെ അഹങ്കാരം മൊത്തം നിങ്ങൾക്കുള്ളത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഈ പേര് പറഞ്ഞ് എന്നെ വിളിച്ച് വെറുതെ ശല്യപ്പെടുത്തില്ല. പറഞ്ഞു കേട്ടല്ലോ, എന്റെ മോൻ ഞാൻ പറഞ്ഞ അനുസരിക്കുമെന്ന് പറയാം. ഇത് കേട്ടൻ മധുസൂദൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിന്റെ മോനോട് ചെന്ന് പറ ഒരു കാരണവശാലും ഈ വിവാഹം നടക്കില്ലെന്നുള്ളേ. എന്റെ മോളെ സ്വന്തമാക്കാന്നുള്ള എന്തെങ്കിലും വ്യാമോഹം ഉണ്ടെങ്കിൽ ആ മോഹം കൂടെ മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ചേക്കാൻ ചെന്ന് പറഞ്ഞേക്കാൻ പറയാണ്. ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു ശരി അങ്ങനെ ആയിക്കോട്ടെ, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് രവീന്ദ്രൻ അങ്ങോട്ട് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.